നിങ്ങൾ വീണ്ടും ജനിച്ചു എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എന്നാൽ പാപത്തെ നിങ്ങൾ ഗൗരവമായിട്ടെടുക്കുന്നെങ്കിൽ നിങ്ങൾ ശരിയായിട്ടും രണ്ടാമത് വീണ്ടും ജനിക്കണം. ഒരുപക്ഷെ വീണ്ടും ജനിച്ചതിന് ശേഷം നിങ്ങൾ പിന്മാറ്റത്തിൽ പോയിട്ടുണ്ടാവും. നീ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം. ഒരു നല്ല ഭർത്താവോ ഭാര്യയോ ആകാനായിട്ട് എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നിങ്ങൾക്കറിയാമോ? സൈക്കോളജിയും മറ്റ് പല പുസ്തകങ്ങളും ഒക്കെ പല കാര്യങ്ങളായിരിക്കാം പറയുന്നത്. ദൈവവചനം എന്താ പറയുന്നത് ഞാൻ പറയാം. എഫേസ്യ ലേഖനം 5-ാം അധ്യായം. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നത്, ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. 24-ാം വാക്യം, എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. ശരി, നല്ലത്. അതുപോലെ ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭർത്താക്കന്മാർ സ്വന്തം ഭാര്യമാരെ സ്നേഹിക്കണം. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. 22-ാം വാക്യം അനുസരിക്കാൻ ഭർത്താക്കന്മാരല്ല ഭാര്യമാരെ ഉപദേശിക്കേണ്ടത്. കാരണം 22-ാം വാക്യം ഭർത്താക്കന്മാർക്കുള്ളതല്ല, അത് ഭാര്യമാരോടാണ് പറയുന്നത്. മറ്റുള്ളവരുടെ കത്ത് പൊട്ടിച്ച് വായിക്കരുതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങൾക്കറിയില്ലേ? പിന്നെന്തിനാ ഭർത്താവ് അവർക്ക് എഴുതിയത് വായിക്കുന്നത്? അതവർ വായിക്കട്ടെ. അതുകൊണ്ട് ഭാര്യമാരെ ഭർത്താവിന് കീഴടങ്ങുവിൻ എന്ന് പറയുന്നത് ഭാര്യമാർ വായിക്കട്ടെ. അവളത് വായിച്ചില്ലെങ്കിൽ അവൾ ദൈവത്തോട് ഉത്തരം പറയേണ്ടി വരും. ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് വേണ്ടി എഴുതിയൊരു കത്തുണ്ട്. അതെന്താ? 25-ാം വാക്യം, ക്രിസ്തു സഭയെ സ്നേഹിച്ച പോലെ ഭാര്യമാരെ സ്നേഹിക്കണം. അതുകൊണ്ടൊരു ഭർത്താവ് പറയാണ്, നീ എന്നെ അനുസരിക്കണം, കാരണം ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്. അവൻ മറ്റാർക്കും എഴുതിയ കത്ത് വായിച്ചാണ് അത് പറയുന്നത്. അതൊരു കുറ്റകൃത്യമാണ്. അല്ലെങ്കിൽ ഭാര്യ പറയണം, കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ നീ എന്നെ സ്നേഹിക്കണം. അവളും മറ്റാർക്കും എഴുതിയ കത്ത് തുറന്ന് വായിക്കുകയാണ്. ഓരോരുത്തരും അവർക്ക് വേണ്ടി എഴുതിയ കത്താണ് വായിക്കേണ്ടത്. മറ്റാർക്കും എഴുതിയ കത്ത് വായിക്കാനാണ് പലപ്പോഴും നമ്മുടെ ഒരു പ്രവണത. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഭർത്താക്കന്മാരെ, നിങ്ങളോട് കർത്താവ് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുക. കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുക. പൂർണ്ണമായിട്ട് നമുക്കത് ഇതുവരെയും കഴിഞ്ഞിട്ടില്ലായിരിക്കും. എന്നാൽ നിങ്ങൾ അതിനായിട്ട് ലക്ഷ്യം വെക്കുന്നുണ്ടോ? കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ എൻ്റെ ഭാര്യയെ ഇന്ന് എനിക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് എവറസ്റ്റ് പർവ്വതം പോലെ വളരെ ഉയർന്ന ഒരു നിലവാരമാണ്. എവറസ്റ്റ് അല്ല, സ്വർഗം പോലെ ഉയർന്നതാണ്. എന്നാൽ 51 കൊല്ലം മുമ്പ് ഞാൻ വിവാഹം കഴിച്ച സമയത്തേക്കാൾ അതിന് മെച്ചപ്പെട്ടതാണ്. കഴിഞ്ഞ 2 വർഷത്തേക്കാൾ ഇന്നത് വളരെ മെച്ചപ്പെട്ടതാണ്. ഞാൻ ആ പർവ്വതം കയറിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് സഭയെ സ്നേഹിച്ച പോലെ സ്നേഹിക്കാൻ. എന്നെ നിഷേധിക്കുക, യേശു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. അതൊരു പർവ്വതം കയറുന്ന പോലെയാണ്. ഞാൻ സാവധാനം അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളവിടെ എത്തിയിട്ടില്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെട്ടു പോകണ്ട. എന്നാൽ ക്രിസ്തുവിലേക്ക് നോക്കുക. അവൻ തൻ്റെ സഭ തൻ്റെ കാന്തയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ വെച്ചു കൊടുത്തു. എല്ലാ മേഖലകളിലും അവൻ തന്നെ ശിഷ്യന്മാരുടെ കാല് കഴുകി. ഞാനും എൻ്റെ ഭാര്യയുടെ കാല് കഴുകാൻ തയ്യാറായിരിക്കണം. ജഡീകമായിട്ടല്ല. അവിടെ കാലം അഴുക്ക് പുരണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇതാണ്, ആ കാലത്ത് അവർ ചെരുപ്പ് ധരിച്ചാണ് നടന്നിരുന്നത്. എല്ലാവരുടെയും കാലുകൾ അഴുക്കാകുമായിരുന്നു. പൊടിയും ചെളിയുമുള്ള റോഡ്. അവർ വീട്ടിൽ കയറുമ്പം അവരുടെ കാലിൽ ചെളിയുണ്ടാവും. അതുകൊണ്ട് ആദ്യം തന്നെ അവരുടെ കാലുകൾ കഴുകുമായിരുന്നു. ഇന്നത്തെ കാലത്തെ അതിൻ്റെ അർത്ഥം എന്താണ്? എൻ്റെ ഭാര്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്നെന്താണ്? അത് ഞാൻ ചെയ്യുക, അതിലവളെ സഹായിക്കുക. അവിടെ ഒരുപക്ഷെ അന്ന് വീട് വൃത്തിയാക്കുന്ന ഒരു കാര്യമായിരിക്കാം. ഒരുപക്ഷെ ബാത്റൂമോ ടോയ്ലറ്റോ അടുക്കളയോ, ഒരുപക്ഷെ കിച്ചൻ്റെ സിങ്കായിരിക്കാം, അല്ലെങ്കിൽ തറ വൃത്തിയായിരിക്കും. അതെന്തായിരുന്നാലും അതിനവളെ സഹായിക്കുക. അതിനും എല്ലാം അപ്പുറത്ത് ഇതുപോലെ ബുദ്ധിമുട്ട് ചെയ്യേണ്ട ഏതെങ്കിലും ഒരു ജോലിയാകാം. കുഞ്ഞുങ്ങളുടെ ഡയപ്പർ മാറ്റുന്നതാകാം. ഇതുപോലെ എന്തെങ്കിലും ആകാം. അങ്ങനെ എൻ്റെ ഭാര്യയെ സഹായിക്കുന്നത്, അതാണ് ആ കാല് കഴുകുന്നത്. ഞാൻ വിചാരിക്കുന്ന പലപ്പോഴും ഭർത്താക്കന്മാർ അത് കാര്യമാക്കുന്നില്ല. കാരണം അവർ ചിന്തിക്കുന്നത് ഞാനാണ് തല, ഞാനിതൊന്നും ചെയ്യേണ്ടവനല്ല. വലിയ തല യേശു ആയിരുന്നെന്ന് മറക്കരുത്. അവൻ തന്നെയാണ് ശിഷ്യന്മാർ കാൽ ചൂണ്ടിച്ചെന്നത് കഴുകിയത്. അങ്ങനെയാണ് അവൻ സഭയെ സ്നേഹിച്ചത്. ക്രിസ്തു സഭയെ സ്നേഹിച്ചെന്ന് പറയുമ്പോൾ ഭർത്താക്കന്മാരും അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെ ഭാര്യ ഭർത്താവിന് കീഴടങ്ങിയിരിക്കണമെന്ന് പറയുമ്പോൾ ഒരു ഭർത്താവ് എങ്ങനെയായിരിക്കണം ദൈവത്തിന് കീഴടങ്ങേണ്ടത്? 1 പത്രോസ് 3-ാം അധ്യായത്തിൽ ദൈവവചനത്തോട് കീഴടങ്ങാത്ത ഒരു ഭർത്താവിനോട് ഭാര്യ എന്തായിരിക്കണം ചെയ്യേണ്ടത്? ഇവിടെ പറയുന്നുണ്ട് 1 പത്രോസ് 3:1, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് ആരെങ്കിലും നേടണമെങ്കിൽ പ്രസംഗിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ല, ഇവിടെ പറയുന്ന പ്രസംഗിക്കാതെ നിങ്ങളുടെ ഭർത്താവിനെ നേടാമെന്നാണ്. ഭയത്തോടുകൂടിയ നിങ്ങളുടെ നിർമ്മലമായ നടപ്പ് കണ്ടറിഞ്ഞ് വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ചേർന്ന് വരുവാൻ ഇടയാകും. നിങ്ങളുടെ നടപ്പിനാൽ നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾക്ക് നേടാൻ കഴിയും.
ഭാര്യമാർ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമാണിത്. എഫേസ്യർ 5-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. ഇവിടെ ദൈവവചനം പറയുന്നത് ഒരു ഭർത്താവിനുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതുപോലെ ഒരു ഭാര്യയ്ക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. ലൈംഗികതയാണ് ഒരു ഭർത്താവിന് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പറയുമായിരിക്കും. എന്നാലല്ല, അത് രണ്ടാമത്തേതായിരിക്കാം. ഭാര്യയിൽ നിന്ന് ഭർത്താവിന് വേണ്ടി ഒന്നാമത്തെ കാര്യം. ലൈംഗികത ഒരു വേശ്യയ്ക്കും നിങ്ങൾക്ക് നൽകാനായിട്ട് കഴിയും. അങ്ങനെയല്ല ഒരിക്കലും വേണ്ടത്. അത് നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് മാത്രമായിരിക്കണം. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. എഫേസ്യ ലേഖനം 5-33 വാക്യം. ഭാര്യയോ ഭർത്താവിനെ ഭയപ്പെടേണ്ടാകുന്നു. ഇംഗ്ലീഷിൽ അത് ബഹുമാനിക്കണമെന്നാണ് പറയുന്നത്. ഒരു ഭാര്യ തൻ്റെ ഭർത്താവിന് കൊടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുമാനമാണ്. നീ എൻ്റെ തലയാണ്. എൻ്റെ ഈ കുടുംബത്തിൻ്റെ തലയായിട്ടാണ് ദൈവം നിന്നെ വെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവനെ, നീ പൂർണ്ണനല്ല, എങ്കിലും നീയാണ് എൻ്റെ തല. അതുകൊണ്ട് എൻ്റെ തലയായിട്ട് ഞാൻ നിന്നെ ബഹുമാനിക്കുന്നു. നീ അവനെ ബഹുമാനിക്കേണ്ടത് അവൻ പൂർണ്ണനായതുകൊണ്ടോ മിടുക്കനായതുകൊണ്ടോ സൗന്ദര്യമുള്ളവനായതുകൊണ്ടോ അല്ല. നീ അവനെ ബഹുമാനിക്കേണ്ടത് ഒരിക്കൽ നീ അവനെ നിൻ്റെ ഭർത്താവായിട്ട് അംഗീകരിച്ചു എന്നുള്ളതുകൊണ്ടാണ്. തോക്ക് വെച്ച് ഭീഷണിപ്പെടുത്തുകൊണ്ടല്ല നീ ആ തീരുമാനമെടുത്തത്. അല്ല, നീ സ്വയമായി അവനെ തിരഞ്ഞെടുത്തതാണ്. അവനെ ഒരു മോതിരം അണിയിച്ചോ മറ്റോ ആയിരിക്കും. നിന്നെ എൻ്റെ ഭർത്താവായിട്ട് എടുക്കുന്നു. ആ ദിവസം മുതൽ നിങ്ങളുടെ തലയായിട്ട് അവനെ സ്വീകരിച്ചു അവനെ ബഹുമാനിക്കണം. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാരും തങ്ങളോട് തന്നെ ഈ ചോദ്യം ചോദിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ ബഹുമാനിക്കുന്നുണ്ടോ? എന്നോടതിൻ്റെ ഉത്തരം പറയണ്ട. ഭർത്താവ് തൻ്റെ ഭാര്യയോട് അത് ചോദിക്കണ്ട. ഭാര്യ അതിനുത്തരം ദൈവത്തോട് പറയണം. ശരി, ഭാര്യ ഭർത്താവിൽ നിന്ന് ഒന്നാമത് ആഗ്രഹിക്കുന്നത് എന്താണ്? ഞാൻ പറയട്ടെ, അതൊരു പൂച്ചെണ്ട് മേടിച്ചു കൊടുക്കുന്നതല്ല. അത് നിസ്സാരമാണ്. നിങ്ങൾക്ക് പണമുണ്ടെങ്കിൽ ഒരു പൂവ് പോയി മേടിക്കാം, അല്ലെങ്കിൽ സമ്മാനം. അതിനേക്കാൾ 1000 തവണ പ്രയാസമുള്ള മറ്റൊരു കാര്യമുണ്ട്. ഇതേ വാക്യത്തിൽ തന്നെ എഫേസ്യർ 5:33. നിന്റെ ഭാര്യയെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. 29-ാം വാക്യത്തിൽ പറഞ്ഞു, ആരും തന്നെ ജഡത്തെ ഒരു നാളും പകച്ചിട്ടില്ല. നിങ്ങൾ നിങ്ങളുടെ ജഡത്തെ പകയ്ക്കുന്നുണ്ടോ? നിങ്ങളുടെ ശരീരത്തെ നശിപ്പിക്കുന്ന ഏതെങ്കിലും കാര്യം ഏതെങ്കിലും സമയത്ത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ഒരിക്കലുമില്ല. അതിനെ നിങ്ങൾ സംരക്ഷിക്കുന്നു. 28-ാം വാക്യത്തിൽ ഔവണ്ണം ഭർത്താക്കന്മാരും ഭാര്യമാരെ സ്വന്തം ശരീരത്തെ പോലെ സ്നേഹിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് ഭാര്യ തൻ്റെ ഭർത്താവിനെ ബഹുമാനിക്കണം, ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കണം.